നമസ്കാരം. മാൻഡ്രേക്ക് വിജയൻ അമേരിക്കയിൽ പോകുന്നു എന്ന് പറഞ്ഞു തീരും മുൻപേ അമേരിക്കയിൽ പ്രളയം കയറി മയോ ക്ലിനിക് മുങ്ങി. അത് പോട്ടെ, മേപ്പടിയൻ പ്രളയം സ്പെഷ്യലിസ്റ്റ് ആണെന്നെങ്കിലും കരുതി സമാധാനിക്കാം. കൊതിച്ചു കാത്തിരുന്ന പിണുവാതിര കാണാൻ താമസിച്ച സീനിയർ മാൻഡ്രേക്ക് അമേരിക്കൻ ഫ്ലൈറ്റ് കയറും മുൻപേ അമേരിക്കൻ കടലിൽ ഭൂകമ്പവും സുനാമിയും. ഈ ഭൂഗോളത്തെ തന്നെ മാൻഡ്രേക്ക് വിജയനിൽ നിന്ന് രക്ഷിക്കണേ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമേരിക്കൻ യാത്ര വിമർശിച്ചും പരിഹസിച്ചും സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ പൊങ്കാല മഹോത്സവം തന്നെയാണ് അരങ്ങേറുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പുറപ്പെട്ട പിണറായി സഖാവ് കാലെടുത്ത് കുത്തും മുന്നേ അമേരിക്കയിൽ സുനാമിയും അഗ്നിപർവ്വത സ്ഫോടനവുമൊക്കെ നടക്കുന്നു എന്നാണ് വിമർശനം. സമുദ്രത്തിനടിയിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് സുനാമി രൂപപ്പെട്ടത്. പസഫിക് ദ്വീപസമുദ്രത്തിലെ ടോങ്കയിലാണ് സുനാമി രൂപപ്പെട്ടത്. സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് തീരദേശവാസികളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. തീരദേശത്തെ വീടുകളിലും കെട്ടിടങ്ങളിലും അതിശക്തമായ കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചു. സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് തീരദേശവാസികളെ എല്ലാവരെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ടോങ്കയിലെ ഫെൻഫാവോ ദ്വീപിൽ നിന്ന് 30 കിലോമീറ്റർ തെക്കു കിഴക്കുള്ള ഹുങ്ക ഹൈപ്പായ് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. 30 വർഷത്തിനിടെ ടോങ്കയിലുണ്ടായ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനമാണിത്. വെള്ളിയാഴ്ചയാണ് ആദ്യ സ്ഫോടനം ഉണ്ടാകുന്നത്. പിന്നീട് ശനിയാഴ്ച 7 മടങ്ങ് ശക്തിയോടെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തെ തുടർന്ന് ചാരവും വാതകവും 20 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചതായി ടോങ്ക ജിയോളജിക്കൽ സർവീസസ് അറിയിച്ചിട്ടുണ്ട്. അയൽ രാജ്യങ്ങളായ ജപ്പാനിലെ അമാമി, തോക്കേറ ദ്വീപുകൾ, ഓസ്ട്രേലിയയിലെ കിഴക്കൻ തീരങ്ങൾ, ടാൻസ്മാനിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലും യുഎസിന്റെ ഏതാനും ഭാഗങ്ങളിലുമാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. രാജ്യത്തിന്റെ വടക്കുഭാഗത്തുള്ള കടൽ തീരത്ത് സുനാമി കാര്യമായ നാശനഷ്ടങ്ങളാണ് വരുത്തിയിട്ടുണ്ടെന്ന് ന്യൂസിലൻഡ് എംബസിയിൽ നിന്ന് വിവരം ലഭിച്ചതായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പിണറായി ഭരിക്കുമ്പോൾ ശാപം തീരില്ല എന്ന് പറയുന്നത് പോലെ പിണറായി കാലെടുത്ത് കുത്തുന്ന ഇടമെല്ലാം ദുരന്ത ഭൂമിയായി മാറുകയാണ്. പിണറായി സഖാവ് അമേരിക്കയിൽ എത്തിയെന്ന് പറയുന്ന സമയം അർദ്ധരാത്രി 12 മണിയാണ്. അതായത് അമേരിക്കയിൽ 5 മണി കഴിഞ്ഞിട്ടുണ്ടാകാം. 5:10 ഈ ദുരന്തം ഉണ്ടാകുന്നത്. സഖാവ് കാലുകുത്തി അവിടമെല്ലാം മുടിഞ്ഞു. അമേരിക്കയിൽ ചികിത്സയ്ക്കായി പോകുമെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അമേരിക്കയിൽ കനത്ത മഴയെ തുടർന്ന് ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി. അതേസമയം ശീതകാല കൊടുങ്കാറ്റ് രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ അടിയിലധികം മഞ്ഞു വീഴ്ത്തി സ്കൂളുകളും ഓഫീസുകളും തിരക്കേറിയ റോഡുകളും അടച്ചിടേണ്ട അവസ്ഥയും വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യൻ യുഎസിലേക്ക് പോകില്ല എന്ന വാർത്തകളും വന്നിരുന്നു. എന്നാൽ പറഞ്ഞതുപോലെ പിണറായി അമേരിക്കയിലെത്തി. പിന്നീട് ദുരന്ത പെരുമഴയായിരുന്നു. 30 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനത്തിനാണ് ടോങ്ക സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്.